എല്ലാവർക്കും ആസ്ട്രോ മീഡിയയുടെ ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി കുറച്ചൊന്ന് സംസാരിക്കാം. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ അഘോരി ബാബയുടെ ഒരു പ്രവചനത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുകയാണ്. ഈ 2024 വർഷം അവസാനിക്കും മുൻപ് തന്നെ അംബാനിയെപ്പോലെ ജീവിക്കാൻ ഉള്ള ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് ബാബയുടെ ഒരു പ്രവചനം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ വരും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. ഇനി എന്ത് എന്ന ആശങ്ക എപ്പോഴും ഉണ്ടാകും. ഒരു കാര്യവുമില്ലാതെ വെറുതെ നടക്കുന്ന ശീലം മാറ്റിവെച്ച് തൊഴിലിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വരും ദിവസങ്ങളിൽ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ സഹോദരങ്ങളുടെ ഒരു സഹായം ഇവർക്ക് ലഭിക്കും. ഉദരവ്യാധിയും ഹൃദയബന്ധിയായിട്ടുള്ള അസുഖങ്ങളും മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് രോഗം ഭേദപ്പെട്ടു തുടങ്ങും. മക്കൾക്ക് സർവ്വ ഐശ്വര്യം ലഭിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും ഉള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. വരും ദിവസങ്ങളിലും ഇനിയുള്ള കാലഘട്ടത്തിലും ശത്രുക്കളുടെ ഉപദ്രവം കുറവായിരിക്കും. വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിക്കാം. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലിന് അവസരം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. കുടുംബത്തിൽ നിന്നും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ചില സാഹചര്യങ്ങൾ കാണുന്നു. സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുകയാണ്. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ഇവർക്ക് ലഭിക്കും. കലഹഭയം എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഈശ്വര ഭജനത്തിന് തടസ്സങ്ങൾ മാറിക്കിട്ടും. ധനലാഭങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും. പലവിധ രോഗാരിഷ്ടതകളും ഉണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശത്രുക്കളിൽ നിന്ന് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കും. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ മാറ്റിവെക്കുക. പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇവരുടെ ജീവിതത്തിലേക്ക് വരില്ല. ആയുർഭീതി ഉള്ളവർ അതും മാറ്റിവെക്കുക. ത്വക്ക് രോഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വരും ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ചില പ്രതീക്ഷകൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ്. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും.
സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനാകും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യസഹിതം ധാര കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു ദിവസമാണ്. സുഖകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ മുടങ്ങി നിൽക്കുന്ന തടസ്സങ്ങൾ മാറിത്തുടങ്ങും. വാതബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. ദുർജനങ്ങളുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ദാമ്പത്യ ക്ലേശങ്ങൾ മാറിക്കിട്ടും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ട രീതിയിൽ പരിഹരിക്കുക. രോഗശാന്തിക്ക് സാധ്യതകൾ കൂടുതലാണ്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ അവസരം ലഭിക്കും. വലിയ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. യാത്രകൾ വേണ്ടിവരും. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾക്ക് വിജയം കാണും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ മാറി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്രപുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് മകരക്കൂറിൽ പിറന്ന ഉത്രാടം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വിദ്യാർത്ഥികൾക്ക് മടിയും അലസതയും കുറയും. ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല. പുതിയ വീടെന്ന സ്വപ്നം സഫലമാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ശരീരത്തിന് ക്ഷീണവും വിളർച്ചയും മാറിക്കിട്ടും. പണത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്ക് ദുഃഖ അനുഭവങ്ങൾ വർദ്ധിക്കും. ശത്രുപീഡകൾ മാറിക്കിട്ടും. പലവിധ രോഗ അരിഷ്ടിതകളിൽ നിന്നും മോചന അവസ്ഥ കാണുന്നുണ്ട്. അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് അംഗീകാരവും അനുമോദനവും ലഭിക്കും. സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും. കലഹങ്ങളിൽ കൂടുതൽ സംയമനം പാലിക്കണം. വാക്കുദോഷങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ശിവന് ക്ഷീരധാര നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ധനനഷ്ടം സംഭവിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഇവർക്കുണ്ട്. മാനസിക ഉല്ലാസവും ഈ സമയത്ത് കൂടുതലായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ശരീരക്ഷീണം, കാൽമുട്ട് വേദന, അർശോരോഗം ഇവ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥലത്ത് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അഗ്നിബാധയും സൂക്ഷിക്കണം. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. കേസുകാര്യങ്ങളും വിജയത്തിൽ എത്തും. പ്രവൃത്തികൾ സഫലമാക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖകരമായിരിക്കും കാര്യങ്ങൾ. സ്ഥാനഭ്രംശം പ്രതീക്ഷിക്കാം. ധർമ്മകാര്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാനാകും. ഉപാസനകൾക്ക് ഫലം കാണും.
അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ മാറിക്കിട്ടും. ദൂരയാത്രകൾ വേണ്ടിവരും. മക്കളും മറ്റും അന്യദേശങ്ങളിൽ പോകുമ്പോൾ മനസ്സിന് ആദി കൂടുതലാകും. വിവാഹ ആലോചനകൾ തടസ്സപ്പെട്ടു പോയവർക്ക് നല്ലൊരു വിവാഹ ആലോചനയും വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക.